Bobby Chamanur International Jeweler. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് എബിവിപി നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് വലയം ഭേദിച്ച് തള്ളിക്കയറിയ പ്രവർത്തകരെ പോലീസ് ലാത്തിവീശി ഓടിക്കുകയായിരുന്നു. എസ്ഐ ഉൾപ്പെടെ 3 പോലീസുകാർക്കും 10ഓളം പ്രവർത്തകർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു. പരീക്ഷാ ഫലങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കുക, പരീക്ഷാ കൺട്രോൾ നിയമനം പുനഃപരിശോധിക്കുക, കാലിക്കറ്റ് സർവകലാശാലയിലെ അഴിമതികളെക്കുറിച്ച് അന്വേഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സിൻഡിക്കേറ്റ് യോഗം നടക്കുന്ന സെനറ്റ് ഹാളിലേക്ക് എബിവിപി പ്രവർത്തകർ മാർച്ച് നടത്തിയത്. സെനറ്റ് ഹാളിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. എന്നാൽ പോലീസ് വലയം ഭേദിച്ച പ്രവർത്തകർ സെനറ്റ് ഹാൾ കോമ്പൗണ്ടിലേക്ക് തള്ളിക്കയറുകയായിരുന്നു. എങ്ങനെയാണോ പെരുമാറുന്നത്? അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സമരം ചെയ്യുന്നു. ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സാർ ഞങ്ങൾ സമരം ചെയ്യുന്നു. പ്രവർത്തകരെ പോലീസ് ലാത്തിവീശി ഓടിക്കുകയായിരുന്നു. സംഘർഷത്തിൽ തേഞ്ഞിപ്പാലം എസ്ഐ സംഗീത് പുനത്തിൽ, മലപ്പുറം MSP ക്യാമ്പിലെ ASI CA ദേവരാജ്, വനിതാ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുജാത എന്നിവർക്കും 10ഓളം എബിവിപി പ്രവർത്തകർക്കുമാണ് പരിക്കേറ്റത്. 3 ജനൽവാതിൽ ചില്ലുകളും കസേരകളും തകർന്നു. എബിവിപി സംസ്ഥാന സെക്രട്ടറി ACC ശ്രീഹരി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ യദു കൃഷ്ണൻ, AV അരുൺ, ദേശീയ നിർവാഹക സമിതി അംഗം ഈശ്വർ പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും MG യൂണിവേഴ്സിറ്റിയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും കലാമണ്ഡലത്തിലുമൊക്കെ CPMന്റെ തീരുമാനപ്രകാരം ഇടതുപക്ഷ ഫ്രാക്ഷൻ വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള ക്യാമ്പസുകളിലും സർവകലാശാലകളിലുമൊക്കെ പാർട്ടി നിയമനങ്ങളും അഴിമതിയും സ്വജനപക്ഷപാതവും കൂത്താടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴില് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റോക്കറ്റ് പോലെ പരീക്ഷകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി, പക്ഷേ റിസൾട്ട് വരുന്ന സമയത്ത് ഒച്ചിന്റെ വേഗം പോലും ഇല്ലാത്ത ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. പലരും പരീക്ഷ എഴുതിയിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഇതുവരെ റിസൾട്ട് പ്രഖ്യാപിക്കുവാനോ അതിനെപ്പറ്റി ഒരു വിരൽ അനക്കുവാൻ പോലും ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾക്ക് സാധിച്ചിട്ടില്ല. കേരളത്തിലെ സർവകലാശാലകള് CPMന് വേണ്ടപ്പെട്ടവരുടെ ആശ്രിത കേന്ദ്രങ്ങളായിട്ട് പുനരധിവാസ കേന്ദ്രങ്ങളായിട്ട് മാറിയിരിക്കുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്.